നമസ്കാരം. കേരളത്തിലെ ആശാ വർക്കേഴ്സിന്റെ സമരം പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ. പ്രധാനമായും 4 എംപിമാരാണ് പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. ശൂന്യവേളയിലാണ് വിഷയം ഉന്നയിച്ചത്. കേരളത്തിലെ ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യവും പ്രതിമാസം 21,000 രൂപ അലവൻസും ഉറപ്പാക്കണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും കൂടി തീരുമാനിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഡോക്ടർ ശശി തരൂർ എംപിയും വി.കെ. ശ്രീകണ്ഠനും ആവശ്യപ്പെടുകയുണ്ടായി. പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളമായി അവർ സമരം നടത്തുന്നുണ്ട്. എന്നാൽ സമരം നീണ്ടുപോയതല്ലാതെ പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും സംസ്ഥാന സർക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ശശി തരൂർ എംപി ആശമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ഒപ്പം ഇക്കാലം അത്രയും വെറും 7,000 രൂപയാണ് അവർക്ക് അലവൻസായി ലഭിച്ചിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ആശാ വർക്കർമാരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം കെ.സി. വേണുഗോപാൽ സമരത്തെ അധിക്ഷേപിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെ അധിക്ഷേപിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്നവരാണ് ആശാ വർക്കർമാർ. അതുകൊണ്ട് അവരെ തൊഴിലാളികളാക്കണം. കേന്ദ്രവും സംസ്ഥാനവും പഴിചാരി അവസാനിപ്പിക്കേണ്ട വിഷയമല്ല ഇത്. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്ന് സംസ്ഥാനവും സംസ്ഥാന സർക്കാർ പണം വിതരണം ചെയ്യുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇതിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എംപിമാർ പാർലമെന്റിൽ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറെക്കാലമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന വാർത്തയാണ് ആശാ വർക്കർമാരുടെ സമരം. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പരിഹാരം കാണുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് നൽകിയത്. എന്നാൽ രാജ്യസഭയിൽ ഈ നോട്ടീസ് തള്ളുകയായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.